ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു സിമ്പിൾ ചോക്ലേറ്റ് ഫഡ്ജ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും. അപ്പോൾ ഈ സമയത്ത് അത് എല്ലാവർക്കും അവൈലബിൾ ആവണമെന്നില്ല. സോ നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ഫഡ്ജ് റെസിപ്പി എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു 1 കപ്പ് മൈദ, 3 ടീസ്പൂൺ കൊക്കോ പൗഡർ, ഞാൻ നേരത്തെ ഒരു 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി 2 ടീസ്പൂണും കൂടി ഇപ്പോൾ ആഡ് ചെയ്തു. ഈ കൊക്കോ പൗഡർ ഡിപ്പെൻഡ്സ് ഓൺ ദി ബ്രാൻഡ്. ആൻഡ് ഒരു പിഞ്ച് സോൾട്ട്, 1 കപ്പ് പൗഡേർഡ് ഷുഗർ. ഇനി sieve all these ingredients together in a bowl. ഇനി ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 30 ഗ്രാംസ് ചോക്കോ ചിപ്സ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചോക്കോ ചിപ്സ് അത്രയ്ക്ക് വേണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കാം. സോ ചോക്കോ ചിപ്സും പിന്നെ ഒരു 1/2 കപ്പ് ഓയിലും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 to 3 ഡ്രോപ്സ് വാനില എസൻസ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വാട്ടറും ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിവിടെ ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തെടുത്തിട്ട് അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നമ്മുടെ കേക്ക് ട്രേ എടുത്ത് അതിലേക്ക് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ബാറ്റർ ആഡ് ചെയ്ത് ജസ്റ്റ് ഒരു സ്പാച്ചുല വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ, ഇത് ഓപ്ഷണലാണ്, ജസ്റ്റ് ഒന്ന് ചോക്കോ ചിപ്സ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ ഉള്ള പ്രിപ്പറേഷനിൽ പോവാം. അപ്പോൾ നമ്മൾ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് ആണ് പ്രീ ഹീറ്റ് ചെയ്ത് എടുക്കുന്നത്. പ്രീ ഹീറ്റ് ചെയ്ത ശേഷം നമ്മൾ ട്രേ ഇതിൽ വെച്ചിട്ട് ഒരു 180 ഡിഗ്രിയിൽ തന്നെ ഒരു 20 to 25 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കാം. എല്ലാവർക്കും ഇത് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് സോസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു പാനിൽ 1/2 കപ്പ് മിൽക്കും 2 ടീസ്പൂൺ മൈദയും ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദ ഓപ്ഷണലാണ്. തിക്നെസ് വേണ്ടവർക്ക് മാത്രം മൈദ ആഡ് ചെയ്താൽ മതി, അല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു 40 റുപ്പീസിൻ്റെ ഡയറി മിൽക്കാണ് എടുത്തിരിക്കുന്നത്. അതും ചോക്ലേറ്റ്സ് ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഇങ്ങനെ സെർവ് ചെയ്യണമെന്ന് നോക്കാം. നമ്മളിവിടെ ഒരു പീസായിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമും നമ്മുടെ ബാറ്ററും ചോക്ലേറ്റ് സോസും ആഡ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി ഡിഷുമായിട്ട് വരുന്നത് വരെയും സ്റ്റേ ട്യൂൺഡ്. ബൈ. താങ്ക് യു.